viewers, welcome back to our channel. This is Reja. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ CPT ചാപ്റ്റർ കാർഡിയോവാസ്കുലർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാത്തീട്രൈസേഷൻ. ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കാത്തീട്രൈസേഷൻ, നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, കാത്തീട്രൈസേഷൻ. എന്താണ് കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്? ഇൻട്രൊഡ്യൂസിങ് കാത്തീറ്റർ ഇൻറ്റു ട്യൂബുലാർ സ്ട്രക്ചർ. ട്യൂബുലാർ സ്ട്രക്ചറിലേക്ക് കാത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് കാത്തീട്രൈസേഷനാണ് ഉള്ളത്: വാസ്കുലാർ കാത്തീട്രൈസേഷൻ ആൻഡ് യൂറിനറി കാത്തീട്രൈസേഷൻ. ഓക്കെ, എന്താണ് വാസ്കുലാർ കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്? എന്താണ് വാസ്കുലാർ? ഇൻട്രൊഡ്യൂസിങ് കാത്തീറ്റർ ഇൻറ്റു ബ്ലഡ് വെസൽ, അതാണ് വാസ്കുലാർ കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് വെസൽസിലേക്ക് കാത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് വാസ്കുലാർ കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ആർട്ടറിയും ആകാം, വെയിൻസും ആകാം. ഓക്കെ, ഒരിക്കലും കാപ്പിലറീസിലേക്ക് കാത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് അതൊരു ടൈനി വെസലാണ്. ഓക്കെ, so vascular catheterization means introducing catheter into blood vessels, that is artery and veins, not in capillaries. Okay, and vascular catheterization is used to identify any abnormality in blood vessels. blood vesselsൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് വാസ്കുലർ കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ സർജിക്കൽ പർപ്പസസിന് വേണ്ടിയാണ് കാത്തീട്രൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സർജിക്കൽ പർപ്പസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ സർജിക്കൽ പർപ്പസസിന് വേണ്ടി ആയിരിക്കും കാത്തീട്രൈസേഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം സർജിക്കൽ പർപ്പസസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽ ഡിസോർഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് അതറോസ്ക്ലെറോസിസ് പോലെയുള്ള, അതറോസ്ക്ലെറോസിസ് എന്താണ്? ഡെപ്പോസിഷൻ ഓഫ് പ്ലേക്ക് ഇൻസൈഡ് ബ്ലഡ് വെസൽസ് ആണ് അതറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിനടുത്ത് പ്ലേക്ക് ഡെപ്പോസിഷൻ, പ്ലേക്ക് മീൻസ് ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, അതാണ് സർജിക്കൽ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ബ്ലഡ് വെസൽ ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ കാത്തീട്രൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ ബ്ലഡ് വെസൽ അന്യൂറിസം, ബൾജിങ് ബ്ലഡ് വെസൽസിനെയാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ്, ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂറിനറി കാത്തീട്രൈസേഷൻ. എന്താണ് യൂറിനറി കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്? ഇൻട്രൊഡ്യൂസിങ് കാത്തീറ്റർ ഇൻറ്റു യൂറിനറി സിസ്റ്റം. ഓക്കെ, യൂറിനറി സിസ്റ്റത്തിലേക്ക് കാത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് യൂറിനറി കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. ഓൺലി യൂസ്ഡ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസ്, നോട്ട് ഫോർ ഡയഗ്നോസ്റ്റിക് ഓർ സർജിക്കൽ പർപ്പസ്. ഇതൊരു തെറാപ്യൂട്ടിക് പർപ്പസസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഒരു സർജിക്കൽ പർപ്പസസിന് വേണ്ടി ഉള്ളതല്ല. ഓക്കെ, patient who underwent for urinary obstruction, catheterization introduction, then code when it is done as an individual procedure. Okay, individual procedure ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കോഡ് ചെയ്യാം. ഓക്കെ, ഇഫ് catheterization is done along with surgery, then code for surgery only. ഓക്കെ, catheterization സർജറിയുടെ കൂടെയാണ് പറയുന്നത് എങ്കിൽ സർജറി കോഡ് മാത്രം നമ്മൾ കോഡ് ചെയ്താൽ മതി. catheterization നമ്മൾ അഡീഷണൽ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, then types of catheterization. Types of catheterization based on blood vessels and based on catheter placement region. Okay, blood vessels നെയും അതേപോലെ എവിടെയാണ് catheter പ്ലേസ് ചെയ്യുന്നത് ആ ഒരു റീജിയനെയും ബേസ് ചെയ്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ബേസ്ഡ് ഓൺ ബ്ലഡ് വെസൽസ് മീൻസ് ആർട്ടീരിയൽ ഓർ വീനസ് ആയിരിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ catheter placement region മീൻസ് നോൺ സെലക്റ്റീവ് കാത്തീട്രൈസേഷൻ ഓർ സെലക്റ്റീവ് കാത്തീട്രൈസേഷൻ. ഓക്കെ, കാത്തീറ്ററിൻ്റെ ടിപ്പ് പ്ലേസ്മെൻറ്റ് എവിടെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോൺ സെലക്റ്റീവ് കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കാത്തീറ്ററിൻ്റെ ടിപ്പ് പ്ലേസ് ചെയ്യുന്നത് അയോർട്ടയിലോ ഇൻഫീരിയർ വീനക്കാവയിലോ അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവയിലോ ആയിരിക്കും. അതാണ് നോൺ സെലക്റ്റീവ് കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. കാത്തീറ്ററിൻ്റെ ടിപ്പ് പ്ലേസ് ചെയ്യുന്നത് അയോർട്ടയിലായിരിക്കും, അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ, അതും അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ. ഓക്കെ, then selective catheterization means catheter tip placed on other than major blood vessels. Okay, major blood vessels ആണ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത് നോൺ സെലക്റ്റീവിനകത്ത്. അപ്പം അതർ ദാൻ മേജർ ബ്ലഡ് വെസൽസിൽ catheter ടിപ്പ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് കാത്തീട്രൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ ഫിമറൽ അല്ലെങ്കിൽ ബ്രാക്കിയൽ ആർട്ടറീസ് വെസൽസ്, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. ഓക്കെ,
അപ്പോൾ നോൺ സെലക്റ്റീവ് കാത്തീറ്ററൈസേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കാത്തീറ്റർ ടിപ്പ് അയോർട്ടയിലോ ഇൻഫീരിയർ വെനുക്കാവയിലോ സുപ്പീരിയർ വെനുക്കാവയിലോ ആവാമെന്ന്. അതേപോലെ അയോർട്ട എന്ന് പറയുമ്പം അസെൻഡിങ് അയോർട്ടയുണ്ട്, നോൺ സെലക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്. അസെൻഡിങ് അയോർട്ടയുണ്ട്, ആർച്ച് ഓഫ് അയോർട്ടയുണ്ട്, ഡിസെൻഡിങ് അയോർട്ടയുണ്ട്, തൊറാസിക് അയോർട്ട, അബ്ഡോമിനൽ അയോർട്ട ആൻഡ് ഇൻഫ്രാറീനൽ അയോർട്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഓക്കെ, കാത്തീറ്ററൈസേഷന് അതിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ടിപ്പ് എവിടെയാണ്, കാത്തീറ്ററിൻ്റെ ടിപ്പ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ കോഡ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Thoracic aortography with serialography has been taken with the help of a catheter which inserted via subclavian artery and placed on thoracic aorta for capturing the image. ഇതിൻ്റെ ആൻസർ വരുന്നത് 75605,36200. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Inferior venography was done with the help of catheter which inserted through femoral vein and placed on inferior vena cava for the procedure. ആൻസർ വരുന്നത് 75825,36010. ഓക്കെ,